ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും തനൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളൊരു മീൻകറിയാണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തേങ്ങ അരച്ച ചൂരക്കറി. നേരത്തെ നമ്മൾ കേരച്ചൂര മുളകിട്ട് വെച്ചത് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ തേങ്ങ അരച്ചാണ് നമ്മൾ ചൂരക്കറി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. കറി വയ്ക്കാനായിട്ട് നമുക്ക് ചെറിയ ചൂരയാണ് കിട്ടിയിരിക്കുന്നത്. അത് വെട്ടിക്കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിൽ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തിവിടെ വെച്ചിട്ടുമുണ്ട്. ചട്ടി അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് കറിയിൽ ചേർക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. പച്ചമുളക്, കറിവേപ്പില, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കുടംപുളി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പ്ലേറ്റിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. അടുപ്പിൽ വെച്ചിരിക്കുന്ന ചട്ടി ചൂടായി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. പിന്നീട് എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉലുവയാണ്. കടുകും ഉലുവയും ഒക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പ്ലേറ്റിൽ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. അതിൽ നിന്നും നമ്മൾ ആദ്യം ഇടുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ ഇടുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നു. മൂത്ത് വരികയാണെല്ലാം. ഇനിയും നമുക്ക് സാധനങ്ങൾ ഇടാനുണ്ട്. അടുത്തത് പച്ചമുളകാണ് ഇടുന്നത്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ഇടേണ്ട ഒരു സാധനം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, തക്കാളിയാണ്. ഇനി തക്കാളി ഇടുന്നു. തക്കാളി കൂടി ഇട്ടതിന് ശേഷം നമ്മളൊരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് ഇളക്കുന്നു. ഇനി തക്കാളി ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഒന്ന് വഴണ്ട് വരേണ്ടതുണ്ട്. അതുവരെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതുപോലെ മൂപ്പിച്ചെടുക്കുക. അതേസമയം നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. അതിനായി ഒരു മിക്സിയുടെ ജാറിൽ തേങ്ങ, സവാള, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പെരിഞ്ജീരകം 1/2 സ്പൂൺ, കറിവേപ്പില എന്നിവ എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല കുഴമ്പ് പരുവത്തിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഏകദേശം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം നമുക്ക് ആ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ആ ജാറിൽ അവിടെ അവിടെയായി പറ്റിപ്പിടിച്ചിരിക്കുന്ന അരപ്പ് മുഴുവൻ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വെള്ളം ഒഴിച്ച് നമ്മൾ ചട്ടിയിലേക്ക് വീണ്ടും ഒഴിച്ചു. ഒരുപാട് നമ്മൾ ലൂസാക്കിയിട്ടില്ല. ഒരു മീഡിയം പരുവത്തിനാണ് നമ്മൾ വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നോക്കിയിട്ട് അതുപോലെ ഉപ്പിടുക. ഇനി അരപ്പൊന്ന് തിളച്ച് വരണം. അതിനു വേണ്ടിയിട്ട് മൂടിയെടുത്ത് അടച്ചു കൊടുക്കാം. കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ വീണ്ടും മൂടി തുറക്കുകയാണ്. ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പതയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം കണ്ടതുപോലെ മീൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, ചെറിയ ചൂരയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഓരോ പീസായി നമ്മൾ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കറിയിൽ മുങ്ങിക്കിടക്കണം. എന്നാലേ ഉപ്പും പുളിയും എരിവും മറ്റുമൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ മൂടി വെച്ച് അടയ്ക്കുകയാണ്. ഇനി കറി നന്നായിട്ട് തിളയ്ക്കണം. മൂടി വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. കറി നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങൾ പൊടിയാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീർന്നില്ല, ഇനിയും ഒരല്പ പരിപാടി കൂടി ബാക്കിയുണ്ട്. ഒന്നുകൂടിയൊന്ന് നമ്മൾ അടച്ചു വെച്ച് തിളപ്പിക്കുകയാണ്. അതിനുശേഷം മൂടി തുറക്കുന്നു. കറിയെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ല കുറുക്ക പരുവത്തിനായി എത്തിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി
ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. ഈ കറിയൊന്ന് നമുക്ക് താളിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് ഒരല്പം ഉലുവ ഇട്ട് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരല്പം സവാളയാണ്. കൂടാതെ അല്പം കറിവേപ്പില കൂടെ നമ്മൾ ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ മീൻ പൊടിയാതെ സൂക്ഷിക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ച ചൂരക്കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് വിട പറയുന്നു. നന്ദി, നല്ല നമസ്കാരം, ടാറ്റാ, ബൈ ബൈ.